ബീങ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പറയാണ്, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചത്. ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യൽ. ഇങ്ങനെ ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവര് ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാം. മീഡിയയിൽ ഇട്ടുകൊണ്ട് അത് ഞാൻ ചെയ്തു എന്ന് കാണിക്കേണ്ട കാര്യം നമുക്കില്ല. അത് നമ്മുടെ മനസ്സ്. നമ്മളെ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മളെ 10 പേരെ അറിയിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യണം. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാന് എന്താ നിങ്ങൾ ഉദ്ദേശം? കംപ്ലീറ്റ് ചെയ്യാം. അട്ടപ്പാടി അവിടെ ഗർഭിണികളായ സ്ത്രീകൾ എത്രയോ പേര് മരിക്കും. ഞങ്ങൾ കലയെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയും ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത്. പറയുമ്പോൾ മുഴുവൻ പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കലയെ കൊലയാക്കുന്നു എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നു. നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. അത് കറക്റ്റ് അല്ലേ? നമ്മൾ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെതല്ലാതെ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നോ അപ്പോൾ ഞാൻ മനുഷ്യനാണ്. സന്തോഷ് പണ്ഡിറ്റ് എഴുതുന്ന അതേ വരികൾ പോലെ ഇന്ന് കൊമേഴ്ഷ്യൽ ഫിലിംസിലും അങ്ങനെ വരികൾ വരാറുണ്ട്. അതിനേക്കാൾ ബോറായി വരുന്നുണ്ട്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. പിന്നെ ചൂടാണ്ട് സന്തോഷ് പ്രസന്റ് ചെയ്യുന്ന രീതി വേറെ, ഇത് വരുന്ന രീതി വേറെ, ആൾക്കാർ എടുക്കുന്ന രീതികളും വേറെയാണ്. അത് കാണുന്നവരോടല്ലേ ചോദിക്കണം. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. സന്തോഷ് പണ്ഡിറ്റ് ഇത്രയും നോക്കുന്നുള്ളൂ. മലയാളികൾക്ക് എന്താണ് വേണ്ടത്, മലയാളികൾ എന്താണ് അർഹിക്കുന്നത്, അവരുടെ നിലവാരം എന്ത്, അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കലയോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടുത്തെ അവാർഡ് സിനിമകൾ എന്തുകൊണ്ട് സൂപ്പർ ഹിറ്റ് ആവുന്നില്ല? നിങ്ങൾ ഉത്തരം. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിട. അപ്പൊ അടുത്ത തിങ്കളാഴ്ച കാണാം.